എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അറിയുന്ന പോലെ തങ്കമണി റിലീസിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി നിങ്ങൾ തരുന്ന ട്രമൻഡസ് സപ്പോർട്ട്, അതിൽ എന്താണ് പലർക്കും സമയം കിട്ടാത്തവരുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഏറെക്കുറെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെന്ന് കരുതുന്നു. ഇവർക്കൊക്കെ നമ്മുടെ സിനിമയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, ഇവർക്കൊക്കെ മറ്റു കാര്യങ്ങൾ എന്താണ് പറയാനുള്ളത് നോക്കാം. ദിലീപേട്ടനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അല്ല തുടങ്ങണത് ഞാൻ തുടങ്ങി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരോ സിനിമകളൊക്കെ ആയിട്ട്. നിങ്ങൾ എങ്ങനത്തെ സിനിമകളാണ് എന്നുള്ളത് ജനമധ്യത്തിലേക്ക് എത്തിക്കുന്ന ആളുകളാണ്. വലിയ സന്തോഷം. ഇത്തവണ നമ്മൾ കാണുന്നത് തങ്കമണി എന്ന സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുകയാണ്. മാർച്ച് 7-നാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1986 സംഭവിച്ച തങ്കമണി സംഭവം കേരള സമൂഹത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. അന്ന് ഒരു ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുകയും പിന്നീട് പുതിയൊരു ഗവൺമെൻറ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തൊരു സമൂഹത്തെ ഞെട്ടിപ്പിച്ചൊരു സംഭവം തന്നെയായിരുന്നു. ആ സമയത്ത് നമ്മളൊക്കെ കോളേജ് പഠിക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് പത്രങ്ങളിലൂടെ വാർത്തകളിലൂടെ മാത്രമേ തങ്കമണിയെന്ന് അറിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഈ സിനിമയുടെ കഥാചർച്ചയും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴാണ് തങ്കമണി എന്ന ഗ്രാമത്തിൻ്റെ വേദന കൂടുതൽ ആഴത്തിൽ മനസ്സിലായത്. ഇതൊരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുണ്ടാക്കിയ ഈ സിനിമ ഫിക്ഷൻ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. 2 കാലഘട്ടമുണ്ട്. 2 കാലഘട്ടത്തിൽ അഭിനയിച്ചിരിക്കുന്ന കലാകാരന്മാരും കലാകാരികളുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിലെല്ലാവരും നിങ്ങൾക്ക് പരിചയമുണ്ട്. നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്, കന്നഡ, തെലുങ്ക് സിനിമകളിൽ വളരെ സജീവമായ അവിടുത്തെ ഏറ്റവും വലിയ ഹീറോയിൻസിൽ ഒരാളാണ് പ്രണീത സുഭാഷ്. നമ്മുടെ ഈ സിനിമയിൽ വന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു കഥാപാത്രത്തെയാണ് പ്രണീത ജി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മലയാള സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന നീതാപിള്ള ഇതിൽ മറ്റൊരു കഥാപാത്രമാണ്. ഞാൻ ഇവരെ രണ്ടുപേരും ആദ്യം പരിചയപ്പെടുത്താം, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുണ്ട്. ഇതിൽ വളരെ എനിക്ക് പ്രത്യേകം അറിയാം, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് അജ്മൽ ഈ സിനിമയിൽ വന്ന് ഒരു പ്രധാന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. പൈസ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, അതൊന്നുമല്ല. വല്ലതുണ്ടോ എന്ന് ചോദിച്ചിട്ട് അല്ല, പറഞ്ഞു തീർന്നില്ല. എനിക്ക് കിട്ടിയ ചാൻസ് ഒന്ന് യൂസ് ചെയ്യാൻ അല്ല, ഫ്ലോ കളഞ്ഞല്ല. അപ്പോൾ അജ്മൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കൺട്രീസിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. ഇപ്പോൾ ഈ സിനിമയിൽ അവരിവിടെ ഇല്ല. മനോജ് കെ ജയൻ, സിദ്ദിഖയും മനോജിയും നേരത്തെ തുടങ്ങി പല സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുകയൊക്കെ ഉണ്ടായതാണ്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ മറ്റു ആളുകൾ കൂടുതൽ പുതിയ കോംബോ ആണ് ശരിക്കും. പിന്നെ അമ്പിയ ചേച്ചി, പുള്ളിക്കാരത്ത് ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സ്മിനു ഒരുമിച്ച്, വോയിസ് ഓഫ് സത്യനാഥൻ, പിന്നെ ഇവർ ശിവകാമിയും സുദേവൊക്കെ നമുക്ക് പുതിയ ആൾക്കാരാണ്. സംവിധായകൻ എനിക്ക് പുതിയ ആളാണ്. പിന്നെ രമ്യ കോടതി സമക്ഷം ബാലമക്കിൽ അഭിനയിച്ചിട്ടുണ്ട്. മാളവികയും പുതിയതാണ്. അസീസ് നമ്മൾ ആദ്യമായിട്ടാണല്ലേ. രമേശ് ചേട്ടൻ പിന്നെ വോയിസ് ഓഫ് സത്യനാഥൻ. അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള സൗഹൃദവും ഈ സിനിമയുടെ വരവിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ സിനിമ ഞാൻ ചെയ്ത ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് തങ്കമണി എന്ന നമ്മുടെ നാടിന് നടുക്കിയ സംഭവത്തിലേക്ക് ഈ ഒരു സിനിമയാവുന്നതും. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങൾ ബാക്കി എല്ലാവരും നിങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് പറയുന്നതായിരിക്കും. അങ്ങനെയൊക്കെ അല്ലേ എൻ്റെ രീതികൾ. Pranitaji, please say something about our film and your experience in our side. Ellarkum namaskaram. Very, very happy to be here in the Malayalam industry, and for my debut Malayalam movie,
where Dilip sir is starring. I think it's amazing. And the entire team, Ratish sir and producer Garu, everyone's really taken very good care of me. And when I first came to the set, I didn't know Malayalam, and B, even the role was very new to me because it's a cop role, and this is the first time I was donning a khaki. And I really wanted to thank the entire team for putting in that effort, because by the last day, I think they could also envision that cop in me. So I really enjoyed the entire experience, and I'm really looking forward to the movie, and I hope you all love it. ഒരുപാട് കാലത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ദിലീപേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്യുക എന്നുള്ളത്. പക്ഷേ അത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ദിലീപേട്ടൻ്റെ ജോണർ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അറിയാമല്ലോ, ഒരു ഹ്യൂമർ, ജനങ്ങളെ തിയേറ്ററിനെ ചിരിപ്പിച്ച് കുലുക്കുന്ന ആ രീതിയിലുള്ള സിനിമയാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് എനിക്ക് ദിലീപേട്ടൻ്റെ സിനിമയിൽ കിട്ടിയത്. അത് എന്നെ വിളിച്ച രതീഷ് ഭായോടും ഞാൻ മതിയെന്ന് സമ്മതിച്ച ദിലീപേട്ടനോടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഇത് 96 നടക്കുന്ന ഒരു 86 നടക്കുന്ന ഒരു സംഭവമായിരുന്നു. ആ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതായത് ഒരു രാഷ്ട്രീയത്തിന്, ഒരു ഭരണകൂടത്തെ തന്നെ മാറ്റിമറിച്ചൊരു സംഭവമാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് സത്യം പറഞ്ഞാൽ ഇത് അറിയത്തില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ട്രെയിലറും നമ്മുടെ സോങ്ങും ഇതൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് റിയാക്ഷൻസ് വീഡിയോ യൂട്യൂബിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്, സിനിമയെക്കുറിച്ച്. അപ്പോൾ അത് കണ്ട് ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു സുഹൃത്ത് ചോദിച്ചു, ഇതെന്താണ് തങ്കമണി സംഭവം, എടാ ഈ പടം എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞ്, നിനക്ക് എന്ന് നിൻ്റെ മൊയ്തീൻ്റെ കഥ അറിയാമോ എന്ന് ചോദിച്ചു. ഈ പടം കണ്ടിട്ടല്ലേ മനസ്സിലാക്കിയുള്ളൂ. അതുപോലെ ഇത് നിനക്ക് മനസ്സിലാവും, എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഈ പടം മാർച്ച് 7-ാം തീയതി റിലീസാണ്. നമ്മൾ വലിയ ആധികാരികമായിട്ടൊന്നും ബാഹുബലി മോഡലൊന്നും സംസാരിക്കുന്നില്ല. ഒരു കുഞ്ഞ് ഫാമിലി സിനിമയാണ് നമ്മുടെ തങ്കമണി എന്ന് പറയുന്നത്. എല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന്. ഇപ്പോൾ മലയാള സിനിമയെ ഇരു കൈ നീട്ടി സ്വീകരിച്ച് തിയേറ്ററിലെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് പോലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയിലാണ്. ആ സന്തോഷമാണ്. അതുപോലെ ഇത് നമ്മുടെ സിനിമയും ഇരു കൈ നീട്ടി സ്വീകരിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, കാലുപിടിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം ഇത് ആദ്യമായിട്ടാണ് എൻ്റെ കരിയറിൽ ഒരു ക്യാരക്ടർ എനിക്ക് എൻ്റെ ബെൻസ് കാറില്ല, കൂളിംഗ് ഗ്ലാസ് ഇല്ല, ഇറ്റാലിയൻ സൂട്ട്സ് ഇല്ല, അതെ ചെരുപ്പൊക്കെ ഇട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് എന്നിൽ എൻവിഷൻ ചെയ്തതിന് രതീഷ് ഭായിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, ആരെങ്കിലും ഒന്ന്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആരെങ്കിലും ഒന്ന് വിളിക്കണേ, വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ എനിക്ക് കഴിവുണ്ടെന്ന് ആൾക്കാർക്കും ബോധ്യപ്പെടണം. എങ്ങനെ ഞാനത് പ്രൂവ് ചെയ്യും എന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നു. അതേസമയം ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരവും കിട്ടി. അപ്പോൾ അതൊക്കെ എനിക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. വലിയൊരു കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൊമെൻ്റാണ്. അപ്പോൾ അതും ഈ സിനിമയിലോടുകൂടി ഓഡിയൻസിന് വളരെയധികം വാല്യൂ നൽകും. അപ്പോൾ എല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുക. ഇതുപോലത്തെ സിനിമകൾ ഇനിയും വരട്ടെ. ഒരുപാട് സന്തോഷം. ഞാനിതിലൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം അതെ, പ്രധാനമുള്ളതാണ്. കുറച്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ബാനറിൽ ദിലീപേട്ടൻ്റെ കൂടെ ആസ് എ ബിഗിനർ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാനിതിനെ കരുതുന്നു. എനിക്ക് സാറിനോടാണ് താങ്ക്സ് പറയാനുള്ളത്. സാറാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. എൻ്റെ ഒരു പടം കണ്ടിട്ട് സാറ് ഡയറക്റ്റ് വിളിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യാണ് റിലീസിന് വേണ്ടിയിട്ട്. എല്ലാവരും കാണണം പടം. എനിക്കും പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ ദിലീപ് പറഞ്ഞ പോലെ ഞാൻ ദിലീപിൻ്റെ അമ്മയായിട്ടും അമ്മായിമ്മയൊക്കെ ആയിട്ടും ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാമായിട്ടൊരു മേറ്റ് ഞാൻ ചെയ്യുന്നൊരു പടമാണ്. പിന്നെ ആ തങ്കമണിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറിയ കഥാപാത്രമാണെങ്കിലും ശക്തമായൊരു കഥാപാത്രമാണ്. അത് ധൈര്യപൂർവ്വം എനിക്ക് തന്ന ഡയറക്ടറോട് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പടം നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും സ്നേഹവും അനുഗ്രഹവും ഒക്കെയാണ് എന്നും ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാരുടെ വിജയത്തിന് പിന്നിൽ. തുടർന്നും അതുണ്ടാകണമെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ രണ്ടാമത്തെ മൂവിയാണ് വോയിസ് ഓഫ് സത്യനാഥ് കഴിഞ്ഞ്
തങ്കമണി. ദിലീപേട്ടൻ്റെ ഒരുപാട് സിനിമകൾ കണ്ട് ഒരുപാട് ചിരിക്കുകയും അതിലെ ഡയലോഗുകളൊക്കെ പറഞ്ഞ് പരസ്പരം ട്രോളുകയും ചെയ്തിരുന്ന എനിക്ക് ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഇപ്പോൾ അടുത്തിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ദിലീപേട്ടനോടുള്ള ഇഷ്ടം തന്നെയാണ് തങ്കമണി അഭിനയിക്കാനുള്ള പ്രധാന കാരണം. ദിലീപേട്ടനോടുള്ള മൂന്നാമത്തെ സിനിമയാണത്. ആദ്യത്തെ സിനിമ അരികെ, പിന്നെ 2 കൺട്രീസ്, പിന്നെ ഇപ്പോൾ തങ്കമണി. അരികയിലും 2 കൺട്രീസിലും ദിലീപേട്ടൻ സ്നേഹിച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളെ അടിച്ചുകൊണ്ട് പോകാനാണ് എൻ്റെ പരിപാടി. ആദ്യ സിനിമയിൽ സമ്പർദാ സുനിലിനെ അരികയിലും മറ്റേ ഇഷാ ഗോപിക്കറിനെ 2 കൺട്രീസിലും എനിക്ക് കിട്ടി. പ്രേക്ഷകരും ദിലീപേട്ടൻ്റെ ക്യാരക്ടറും എങ്ങനെയെങ്കിലും തലേന്ന് പോകണമെന്നുള്ള സമയത്താണ് ഞാൻ ദിലീപേട്ടനൊന്ന് രക്ഷിക്കണത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് തന്നെ ഇഷ്ടമാണ്. ഈ സിനിമയിൽ പ്രണീതയാണ് എൻ്റെ പേര്. പക്ഷേ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ പ്രണീതയ്ക്ക് ദിലീപേട്ടനായിട്ടാണ് ഉള്ളത്. 2 കാലഘട്ടത്തിലാണ് ഈ സിനിമ പറയുന്നത് തന്നെ. ദിലീപേട്ടനും ഞാനുമായിട്ടുള്ള സീക്വൻസുകളും ദിലീപേട്ടൻ ഒരു വയസ്സായ കഥാപാത്രം ചെയ്തത്. എനിക്ക് ദിലീപേട്ടൻ എപ്പോഴും ഇങ്ങനെ ചുള്ളനായിട്ടും മിടുക്കനായിട്ട് കൊച്ചു പയ്യനായിട്ട് കാണാൻ എനിക്കിഷ്ടം. എന്തായാലും രതീഷ് ഏട്ടനൊക്കെ സിനിമ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 15 ദിവസം പനിച്ച് തുള്ളി കിടന്നിട്ടും രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മേക്ക് ചെയ്ത സിനിമയാണിത്. എടുത്തു പറയേണ്ട മറ്റൊരാൾ ഇതിൻ്റെ ടെക്നീഷ്യൻ മനോജ് സാറ്. അതേപോലെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ, പിന്നെ അതെ, അങ്ങനെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളാണ് തങ്കമണി. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഫൈറ്റിന് ശേഷമാണ് ഞങ്ങൾ തങ്കമണി റിലീസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വരണം, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. താങ്ക് യു സോ മച്ച്. Namaskaram. First and foremost, thank you for all your time and for having us here. മലയാളം Yes. വാമപ്പ് ചെയ്യാം. ഇതെൻ്റെ 4ാമത്തെ ഫിലിമാണ്. സന്തോഷം മാത്രമേ ഉള്ളൂ ടു ബി എ പാർട്ട് ഓഫ് ദിസ് ടീം. അതിന് പ്രൊഡ്യൂസേഴ്സിനോടും പിന്നെ രതീഷ് സാറിനോടും മൊത്തം ഫുൾ ടീമിനോടും ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. പിന്നെ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതും മിക്കവരായിട്ടും പറഞ്ഞ പോലെ 2 പീരീഡിലാണ് ഈ ഫിലിം. അപ്പം ഞാൻ ഒരു പീരീഡിൽ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ മിക്കവരായിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. മോസ്റ്റ് ഓഫ് ദം ഐ ഡോണ്ട് തിങ്ക് ഐ ഹാഡ് ഞങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഇവൺ അജ്മലായിട്ടില്ല, പക്ഷേ ബാക്കി എല്ലാവരുമായിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പറഞ്ഞ പോലെ മാർച്ച് 7th റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പിന്നെ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇത്രയും കാലം ചെയ്തതെന്ന് ഒരു പോളാർ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണിത്. വളരെ ടിമിഡ്, ഒതുങ്ങിയ ഒരു ക്യാരക്ടറാണ്. അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്, ഭാഗ്യമാണ്. കാരണം കഥയില്ലേ, കഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കഥ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവർക്കും അറിയാവുന്നതല്ലോ. ഇനി അറിയാത്ത 1-2 പേര് അതുപോലെ അങ്ങനെ നല്ല പ്രായത്തിൽ ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവമാണ് ഈ കഥ. എൻ്റെ ചെറുപ്പത്തിൽ അപ്പം വൺസ് അപ്പോൺ എ ടൈം. അപ്പം അന്ന് ഈ സിനിമ, ഈ കഥ, ഇങ്ങനെ സംഭവങ്ങൾ ഓരോ ദിവസവും പത്രങ്ങളിലൂടെയും ഒക്കെ നമ്മൾ അറിയുമ്പം മനസ്സിലുണ്ടായ ഒരുപാട് വിചാരങ്ങളും മറ്റ് അവസ്ഥകളും ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടർ ഓരോ കാര്യങ്ങളും പറയുമ്പം അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു കാഴ്ചപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് എനിക്കന്ന് ബോധ്യമായി. കാരണം മനുഷ്യൻ്റെ മനസ്സിൽ, അന്നത്തെ ആളുകളുടെ മനസ്സിൽ എത്താത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. കാരണം അന്ന് മീഡിയകളിലൂടെ കിട്ടുന്ന ആ അറിവ് മാത്രമേ അന്നത് ഈ തങ്കമണിക്ക് പുറത്തുള്ള, അല്ലെ കട്ടപ്പന ഏരിയയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് അറിയാമായിരുന്നുള്ളൂ. പക്ഷേ അതിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ അന്ന് ആ ഏരിയയിലുണ്ടായിരുന്ന, അതായത് അനുഭവിച്ച ആളുകളുടെ മനസ്സിലും അവരുടെ വീടുകൾക്കുള്ളിലും ഒക്കെ ഒതുങ്ങിപ്പോയ ഒരുപാട് ദയനീയമായ
അല്ലെങ്കിൽ വികാര നിർഭരമായ ഒരുപാട് സന്ദർഭങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഈ സിനിമയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് അതിനെക്കുറിച്ചൊരു ഏകദേശ രൂപം കിട്ടിയോണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്, ഒരുപാട് സന്ദർഭങ്ങൾ ഇതിനകത്ത് നിങ്ങൾ അറിയാത്തതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വാർത്താ മീഡിയകളുടെ അറിയാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അത് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. അത് സംവിധായകൻ അതിൻ്റെ എല്ലാ മേഖലയിലൂടെയും പോയി അല്ലെ എല്ലാ തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് വളരെയധികം ഒരു പൂർവ്വചരിത്രത്തിൻ്റെ ഒരു വെളിപാട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വഴി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരുമെന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൽ എല്ലാവരോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. പേരൊന്നും എടുത്ത് പറയാൻ സ്ക്രീനിനകത്ത് നിറഞ്ഞു വയ്ക്കുമൊന്നുമില്ല, അതുപോലെ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പം അത്രയും ഒരു വലിയ ആർട്ടിസ്റ്റുകളുടെ ഒരു ബാഹുല്യത്തിനകത്ത് ഒരു ആർട്ടിസ്റ്റായിട്ട് വരാൻ കഴിഞ്ഞതിൽ വളരെയധികം ഭാഗ്യമുണ്ട്. അതിന് ഇതിൻ്റെ പ്രൊഡ്യൂസറോടും അതുപോലെ ഡയറക്ടറോടും ബാക്കിയുള്ള എല്ലാ എൻ്റെ സഹപ്രവർത്തകരായ ആർട്ടിസ്റ്റുകളോടും ഒക്കെ നന്ദി പറയുന്നു. നമസ്കാരം. പിന്നെ പ്രൊഡ്യൂസർ എൻ്റെ ഒരു പയ്യനാണ്, അതുകൊണ്ട് ഒരു കോ പ്രൊഡ്യൂസർ സുജിത്ത് എൻ്റെ ഒരു പയ്യനൂടെയാണ്. അതിൽ വളരെയധികം ആ ഒരു ആത്മാർത്ഥത അപ്പോൾ ഈ ഇത് അല്ലാത്തതിനോട് ഇല്ല എന്നുള്ളതല്ല, അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു അടുപ്പം ഒരു ഇതുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സിനിമയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ വേറെ 3-4 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതൊരു എഫർട്ട് കൂടിയ ഒരു സിനിമയായിരുന്നു, ഒരുപാട് ഇത് ഉണ്ടായിരുന്ന സിനിമയാണ്. ഏതായാലും ഇത് സക്സസ് ആകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി അതിന് നിങ്ങളുടെ സഹായമാണ് ഞങ്ങൾക്ക് ആവശ്യം. പൂർണ്ണമായിട്ടും നിങ്ങൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം, കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു നടൻ എന്നുള്ള രീതിയിൽ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ വളരെ അതെ ഇതൊരു ഓട്ടാണ് ഇതൊരു ഓട്ടാണ്. അവർ തിയേറ്ററിൽ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഇതിലെ ഓരോ വോട്ടും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വോട്ട്, നിങ്ങളുടെ കാഴ്ച എന്ന് പറയുന്ന വോട്ട് തന്ന് ഞങ്ങളെ സഹായിക്കണം, അല്ലെങ്കിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദിലീപിന്റെ കൂടെ ഒത്തിരി പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ദിലീപ് ചെയ്യുന്ന പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ പടം കൂടിയാണ്, അങ്ങനെ പറയണം. കാരണം ഞാൻ ദിലീപിൻ്റെ കൂടെ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒത്തിരി പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഓരോ സീൻ ചെയ്തും ഞാനൊരു സീൻ കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി. കാരണം ആ സീനിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷേ അതുകൊണ്ട് എല്ലാവരും പോയി കാണണം. എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയൊരു ആഗ്രഹം ഏകദേശം സഫലീകരിച്ച ഒരു മോഡിൽ എത്തിക്കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു സന്തോഷത്തിലാണ് ആക്ച്വലി. കാരണം അത് നടത്തി തന്ന ദിലീപ് ഏട്ടനും പ്രതീഷ് ഏട്ടനും സുജിത്ത് ഏട്ടനും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. കാരണം കുറച്ച് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു ക്യാരക്ടർ ചെയ്യുക, നല്ലൊരു ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു അത് തങ്കമണിയിലൂടെയാണ് ഇപ്പോൾ ആ ഒരു ആഗ്രഹം നടക്കുന്നത്. അപ്പോൾ രതീഷ് ഏട്ടൻ ആണ് ആദ്യം എടുത്ത് പറയേണ്ടത്. കാരണം അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും ഒരു സീനിന് മുമ്പ് അതിങ്ങനെ ആ സ്റ്റോറി ഫുൾ ഇൻജെക്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് വിടുക. അപ്പോൾ നമുക്ക് ആ ഒരു സെറ്റിൽ ആരെ കണ്ടാലും ദിലീപേട്ടനെ കണ്ടു കഴിഞ്ഞാൽ തങ്കമണിയിൽ അവിടുത്തെ ആളാണ്. ഇപ്പോൾ നീരജ് ചേച്ചിയുടെ ക്യാരക്ടർ ആണെങ്കിൽ അതേപോലെ രതീഷ് ഏട്ടനും സ്ക്രിപ്റ്റും ഡയറക്ഷനും ആണെങ്കിൽ കൂടെ നമ്മൾ അവിടെ ആരോ ആയിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ പറഞ്ഞു 3 മാസത്തോളം അവിടെ ഉണ്ടായി, അതിനെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ട് ചെയ്തൊരു മൂവിയാണ്. അപ്പോൾ അത് നമുക്ക് ആളുടെ കണ്ണിലൂടെ ശരിക്കും കാണാം. അപ്പോൾ അങ്ങനെ ഒരു മൂവി എനിക്ക് ഞാൻ അതിൽ ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഇത് റിലീസായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, കൂടെ ഉണ്ടാവുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ബാനറിൽ രതീഷ് സാറ് ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ ദിലീപേട്ടൻ നായകനാവുന്ന തങ്കമണി എന്ന ഈ സിനിമയിലൊരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അതിനാദ്യമേ താങ്ക്സ് പറയുകയാണ് രതീഷ് ഏട്ടനോടും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനോടും സുജിത് സാറിനോടൊക്കെ. കാരണം ഒരുപാട് ആഗ്രഹമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ദിലീപേട്ടനായിട്ട് ഒരു സിനിമ ചെയ്ത്, അതിലൊരു ചെറിയ വേഷമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. സോ അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ സാറുമായിട്ട് വീണ്ടും വർക്ക് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കരിയറിൽ വെച്ചിട്ട് ഞാൻ
എന്താ പറയുക, ഇത്രയും നാളത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ വെച്ചിട്ട് തന്നെ ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുവാണ് തങ്കമണി. മാർച്ച് 7-ാം തീയതിയാണ് റിലീസ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ നമ്മുടെ ഈ സിനിമയിൽ ഉണ്ടായിരിക്കണം. താങ്ക് യു സോ മച്ച്.